എല്ലാവർക്കും നല്ല നമസ്കാരം. മത്തങ്ങയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിലെ കോതർശി എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ തൊട്ടടുത്താണ് നമ്മുടെ അനങ്ങനടി സ്കൂൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നിജു നമുക്ക് പറഞ്ഞു തരും. ഇന്ന് നമ്മൾ പോകുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റായ വാത്സല്യം, അതുപോലെ സുഹൃതം എന്നീ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടാണ്. വാത്സല്യം സിനിമയിലൊക്കെ നമ്മുടെ മമ്മൂക്കയുടെ വീടായി നമ്മൾ സ്ക്രീനിൽ കണ്ട ആ വീട്ടിലേക്ക് ഇന്ന് നമ്മൾ മത്തങ്ങ യാത്ര തിരിക്കുകയാണ്. ഇന്ന് മത്തങ്ങയുടെ ലൊക്കേഷൻ കാഴ്ച കാണാൻ വേണ്ടി നമ്മുടെ ഒപ്പം ഉള്ളത് നിജുനുണ്ട്, ഞാൻ രാഹുൽ, വിപിൻ CP ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാമറമാനായ വിഷ്ണുദാസ്, പിന്നെ പുതിയൊരു അംഗം കൂടിയുണ്ട് നമുക്ക്, വിപിൻ കൃഷ്ണ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 5 പേരും കൂടിയാണ് വാത്സല്യം ലൊക്കേഷൻ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനാണ് വിപിൻ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് വെറൊരു ലൊക്കേഷൻ വീട് മാത്രമല്ല, ഇതിന് ഇന്ത്യയുടെ ചരിത്രപരമായി പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്ന മൗണ്ട് പാറ്റൻ പ്രഭുവിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവും, പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജന കാലത്ത് രാഷ്ട്രീയ ഏകീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച പങ്കുണ്ണി മേനോൻ്റെ വീടും കൂടിയായിരുന്നു ഇത്. മലയാളത്തെ എക്കാലത്തെയും ഹിറ്റായ സുഹൃതം എന്ന മലയാളത്തിന്റെ സുഹൃതമായ സുഹൃതം എന്ന സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൊക്കേഷനിൽ വെച്ച് തന്നെയാണ്. മരണത്തിനും ജീവിതത്തിനും ഇടയിലെ നൂൽപ്പാലത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മരണം കൈവരിക്കേണ്ടി വന്ന രവിശങ്കർ എന്ന മനുഷ്യന്റെ നിസ്സഹായമായ കഥ പറഞ്ഞ സിനിമയാണ് സുഹൃതം. മലയാളത്തെ എക്കാലത്തെയും ഹിറ്റായ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഹരികുമാറാണ്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് MT വാസുദേവൻ നായരും. മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് നിരവധി അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത്. മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയ ഒരു കുടുംബ ചിത്രമാണ് വാത്സല്യം. മേലടത്ത് രാഘവൻ നായർ എന്ന മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തിന് കേരള സംസ്ഥാന അവാർഡ് വരെ നേടിക്കൊടുത്ത ചിത്രമാണ് വാത്സല്യം. അതിമനോഹരമായ ഈ സിനിമ നമുക്ക് സമ്മാനിച്ചത് മലയാളത്തിന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഇന്നും തീരെ നഷ്ടമായില്ല ലോഹിതദ സാറും കൊച്ചിൻ നിഫ ചേട്ടനും കൂടിയാണ്. ലോഹിതദ സാർ എഴുതിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കൊച്ചിൻ നിഫ ചേട്ടനാണ്. 1993 ഏപ്രിൽ 11 ഈ ചിത്രം ആദ്യമായി തിയേറ്ററിൽ എത്തുന്നത്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ മമ്മൂക്ക അതിൽ രാമായണം വായിക്കുന്ന ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. സിനിമയില് 2-3 സീനുകളിലായി രാമായണം വായിക്കുന്ന ഒരു രംഗം ചിത്രീകരിക്കുന്നുണ്ട്. അവന്റെ കാര്യം അന്വേഷിക്കാണ്ട് നീ ശരിക്കും ചൊല്ലു.
വാത്സല്യം കണ്ട് കണ്ണ് നനയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സീനാണ് മമ്മൂട്ടിയുടെ കുഞ്ഞമ്മാവൻ ഈ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന ഒരു ഭാഗം. എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. അതിൽ മമ്മൂട്ടി വീട്ടുമുറ്റത്ത് നിന്ന് നെല്ലൊക്കെ ഉണക്കാനിട്ട് കിണ്ടി എടുത്ത് കാലൊക്കെ കഴുകി വീട്ടിലോട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് കുഞ്ഞമ്മാവൻ മമ്മൂട്ടിയോട് യാത്ര പറയുന്നത്. അത്രയും ടച്ചിങ് ആയ ഒരു സീനാണ് അത്. എന്തിന് ഇവിടെ എന്താ കുഞ്ഞമാമയ്ക്ക് ഒരു കുറവ്? നീ ഉള്ളടത്ത് കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നീ ഇവിടെ കഥ വായിക്കാ? വല്യേട്ടൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ പഠിക്കാന്ന്. ഇവിടെ കഥ വായന. വെറുതെ എന്നെ കൂടി ചീത്തയിപ്പിക്കില്ല. എന്റെ മക്കളും വന്നിട്ട് 1-2 മാസായില്ല അമ്മായിയെ. വരാണ്ടിരിക്കുക ഭേദം. പരാതി കേക്കണ്ടല്ലോ. നിന്നോട് കാളയ്ക്ക് പുല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞു ഏട്ടൻ. വാത്സല്യം എന്ന സിനിമയിലെ അവസാന രംഗങ്ങളിൽ നമുക്ക് മനസ്സിൽ ഒരുപാട് തങ്ങി നിൽക്കുന്ന ഒരു സീന് രംഗം ചിത്രീകരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചാണ്. കാരണം താൻ സ്നേഹിച്ച തൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ തന്നെ തള്ളി പറയുമ്പോൾ മേലെടുത്ത് രാഘവനാർക്ക് ഉണ്ടാകുന്ന ആ മനസ്സിന്റെ വിഷമം അത് താങ്ങാനാവാതെ കരയുന്ന ആ രംഗമൊക്കെ ചിത്രീകരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ. ഹൃദയം അരയാൽ പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. പെണ്ണുങ്ങളുള്ള വീടാ. ഇത്തിരി പുല്ലരിഞ്ഞു കൊടുക്കാൻ ആർക്കും ഇല്ല സമയം. ബൈക്കോല്ല ഇപ്പൊ വില എന്താണെന്നറിയോ? 3 നേരം ഉരുട്ടി വിഴുങ്ങണമെന്നല്ലാണ്ട് ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ആർക്കും അറിയണ്ടല്ലോ. ഓത്തിനെ പോലെ പണിയെടുക്കാൻ ഒരുത്തണ്ടല്ലോ അവിടെ. ശോഭ നല്ല സൗകര്യത്തിൽ വളർന്ന കുട്ടിയല്ലേ? ആയിക്കോട്ടെ, സൗകര്യങ്ങള് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടാവും. ഇവിടെ വരുമ്പോ ഇവിടത്തെ സൗകര്യങ്ങളോട് തൃപ്തിപ്പെടണം. ഒന്ന് വേഗം ആകട്ടെ എന്റെ കരുതാ. ചുണ്ണാമ്പ് തീരാറായി. വാത്സല്യത്തിലെ മേലേടത്ത് രാഘവൻ നായരെയും സുഹൃതത്തിലെ രവിശങ്കറേയും നമുക്ക് മുന്നിലെത്തിച്ച ഈ ഒരു വീട് മലയാള സിനിമയിലൂടെ ഇനിയും നമുക്ക് മുന്നിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മത്തങ്ങയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ ലൊക്കേഷനുകളുമായി ടീം മത്തങ്ങ നിങ്ങളുടെ മുന്നിലോട്ട് എത്തും. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.